വെറും 24,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിക്ക് നമ്മൾ 45,000 രൂപയാണ് ഓഫർ ഇട്ടേക്കുന്നത്. 6 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പക്ഷെ അത് വേണ്ട, ഒരു 40,000 രൂപ ഓഫർ വെച്ച് 560 തന്നാൽ മതി. 18 ഓട്ടോമാറ്റിക്കിന് 560, 3,25,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് 15 സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ വണ്ടി. എല്ലാം ഉണ്ടെന്നേ. എന്താ ഉള്ളത്, എന്താ ഇല്ലാത്തത്? AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ അല്ലേ, റാപ്പിഡ് അജിന് ഇഷ്ടമുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കിനോട് എനിക്ക് താല്പര്യമുള്ളൂ. DSG ഗിയർ അല്ലേ. പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ഇത് പെട്രോൾ ആണ്. പിന്നെ സ്വന്തമായിട്ട് സ്റ്റീലിന്റെ കമ്പനിയൊക്കെ ഉണ്ടാണ്ട് ടാറ്റയുടെ അഹങ്കാരവും ഇല്ല. അതായത് നമുക്കിത് 570 വണ്ടി 60,000 ഓഫർ 510 കൊടുക്കാം. വേണ്ട, 5 ലക്ഷം രൂപ കൊടുക്കാം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഡീസൽ വണ്ടി. ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ എപ്പോൾ ചെയ്താലും ഏറ്റവും കൂടുതൽ ഓഫറിൽ കാണിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലാണ് ട്രസ്റ്റ് വാല്യൂ സ്ഥിതി ചെയ്യുന്നത്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ തന്നെ നിരത്തിയിട്ടിട്ടുണ്ട് ഒരുപാടധികം വണ്ടികൾ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വണ്ടിയല്ല എന്ന് ആരും തന്നെ പറയില്ല. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളായിരിക്കും 90% ഇവിടെ ഉണ്ടാവാറുള്ളത് കേട്ടോ. പിന്നെ വിലയുടെ കാര്യത്തിൽ മാക്സിമം കുറച്ചിട്ടാണ്, അത് മങ്ങി അറ്റം ഓഫ് റോഡ് കൂട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ വരിക, വന്നിട്ട് നല്ലോണം വണ്ടികളൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ സുഹേൽ ബ്രോ, സ്വാഗതം. സ്വാഗതം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? കഴിഞ്ഞ മാസം ഫസ്റ്റിലേക്കായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പറയുമ്പോ ഏകദേശം ഒരു മാസത്തിന്റെ മേലെയായി ഇപ്പൊ നമ്മൾ കാണിച്ചില്ലേ? എന്താ സ്ഥിതി വണ്ടികളുടെയൊക്കെ? വണ്ടികളുടെ സ്ഥിതി എന്ന് പറയുന്നത് യുദ്ധം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, വണ്ടികൾ കിട്ടാനില്ല ശരിക്കും. അതാണ് വലിയ പ്രശ്നം തന്നെയല്ലേ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കസ്റ്റമർ ഉണ്ടോ എന്ന് വെച്ചാൽ കസ്റ്റമർ നമുക്ക് ഉണ്ട്, ഇല്ലാന്ന് പറയൂല. ഈ പുതിയ വണ്ടികളുടെ ഒരു സെയിൽ ഇപ്പൊ നല്ലോണം കുറഞ്ഞു. അതെ, എക്സ്ചേഞ്ചിന്റെ ഒരു കുറഞ്ഞപ്പോ നമുക്ക് കിട്ടുന്നതും കുറഞ്ഞു. അതെ. പിന്നെ എന്തൊക്കെയാണ് വണ്ടികൾ വിലക്കുറവൊക്കെ ഉണ്ടോ? വണ്ടിയൊക്കെ നമ്മൾ ഇപ്രാവശ്യം വിലക്കുറവാണ്. സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നത് കൊണ്ട് ഒരു നല്ലൊരു ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഓഫറോട് കൂടിയാണ് നമ്മൾ ഈ വട്ടം വില കുറച്ചിട്ട് നല്ല വണ്ടികളാണെന്നാണ് ഇപ്രാവശ്യം എന്നോട് പറയാൻ പറഞ്ഞത് അല്ലേ? അങ്ങനല്ലേ? അല്ലേ? ആണ്, അങ്ങനാണ്. അതെ, നിങ്ങൾ കണ്ടോളുക, നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ ഞാൻ പറയുന്നതോ ഇദ്ദേഹം പറയുന്നതോ ഒന്നും നോക്കണ്ട, കണ്ട് മനസ്സിലാക്കുക അല്ലേ? പിന്നെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ക്വാളിറ്റി വൈസ് നമ്മളിവിടെ ആക്സിഡന്റ് ഹിസ്റ്ററിയുള്ള വണ്ടികൾ അങ്ങനെ എടുക്കാറില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് വീഡിയോക്കകത്ത് പറയും, അല്ലെങ്കിൽ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പറയുകയാണ് ഇന്ന ഇന്ന സാധനങ്ങൾ റീപ്ലേസ് ഉണ്ടെന്ന് പറയും. കാര്യം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വരുന്നവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി ആയിട്ട് മഴയും വെയിലൊന്നും കൊള്ളാതെ വളരെ സേഫ് ആയിട്ട് പോവാന്നുള്ളതാണ്. അപ്പൊ കാശില്ലാത്തവരാണ് ഒന്ന് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പോട്ടെ, കാശ് ഉള്ളവരാണ് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്. ഇഷ്ടം പോലെ കാശില്ല, എന്നിട്ട് സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ കഥയൊന്നുമില്ല. പക്ഷെ വണ്ടി നല്ലത്, വിലക്കുറവാണ് മെയിൻ ആയിട്ട്. അതെ, വിലക്കുറവും ക്വാളിറ്റി. അതായത് നമ്മളൊരു വണ്ടി എടുത്തിട്ട് വർക്ക്ഷോപ്പിൽ കയറാനോ അല്ലെങ്കിൽ നാളെ സമയത്ത് കൊടുക്കാൻ നേരത്തെ വണ്ടി ഇടിച്ചാന്ന് പറയാനോ അങ്ങനത്തെ ഒരു സംഭവം നമ്മളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതെ. അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. മാക്സിമം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തുടങ്ങാൻ നമുക്ക് അങ്ങ് അറ്റത്ത് നിന്ന് തുടങ്ങാം അല്ലേ? അവിടെ തുടങ്ങാം. ഫസ്റ്റ് ഒരു EV ആണ്, നമുക്ക് അവിടെ തന്നെ വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ടെസ്റ്റ് വാല്യൂ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഒരു EV എന്ന് തുടങ്ങാം. നമ്മുടെ MGയുടെ കോമറ്റ് ആണ് അല്ലേ? അതെ. കോമറ്റ് ഒരു കുഞ്ഞു കോമറ്റ് ആണ്. ഇത് ഏതാ മോഡല്? 2023 വണ്ടി. 23 വണ്ടി. പിന്നെ അറിയാലോ, ഞാൻ ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരാനായിട്ട് പറയണം. ഇതിപ്പോ ശരിക്കും 23 എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 23 വെറും 52,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഇത് എത്ര ഇതിന്റെ റേഞ്ച് ഒക്കെ അതൊക്കെ പറയൂ? ഇതിന്റെ 200 ആണ് റേഞ്ച്. അതായത് നമുക്ക് ഒരു വട്ടം ചാർജ് ചെയ്താൽ കൺഫേം ആയിട്ട് 200 കിലോമീറ്റർ ഓടും. വേറെ ഒരു കമ്പനി റേഞ്ചിലേക്കൊക്കെ എത്തുന്നുണ്ട് അല്ലേ? പക്കയാണ്. പിന്നെ അപ്പൊ ഈ വണ്ടി കാര്യം നമ്മൾ ഇന്ത്യയിൽ ഒന്നും ഓവർ കാണിച്ച് സമയം കളയണ്ട. ഇല്ല, കളയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുക്കണ്ട. നമുക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാത്തിന്റെ ഫോട്ടോസ്, ഇന്റീരിയർ എക്സ്റ്റീരിയർ, ഇനി ലൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ഓണിൽ ഇട്ടുതരാം, നോ പ്രോബ്ലം. ശരി. അപ്പോൾ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടിക്ക് നമ്മൾ ഇപ്രാവശ്യം ഇട്ടേക്കുന്നത് 40,000 രൂപയുടെ ഓഫറാണ്. ഞാനോട് 40,000 രൂപയാണ്. എന്താണ് അജു? അതായത് നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക് ഇട്ടുന്ന വണ്ടി നമുക്ക് 5,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ നമുക്കൊരു 5.5 ലക്ഷം വരെ ലോണും കൊടുക്കാം. 5,50,000 വരെ ലോൺ കിട്ടും. 560 വണ്ടി അജു കണക്കിന് കൊള്ളാമെന്ന് നോക്കട്ടെ. അപ്പൊ എത്ര രൂപ ബാലൻസ് തരണം ഇങ്ങോട്ട്? ബാലൻസ് ഒന്നും തരണ്ട, നിങ്ങൾ അത് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കും, അല്ലെ 10 രൂപ കൂടി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ശരി അല്ലേ? കൊടുക്കുവോ? പറ. ഞാൻ കൊടുക്കൂല. ഇപ്രാവശ്യം ഞാൻ പറയുന്ന വിലയെല്ലാം ഫിക്സഡ് ആയിരിക്കും. കാരണം അങ്ങേയറ്റം കുറച്ച വിലയാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ 560 നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ. ഞാൻ അതിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വണ്ടി നല്ല സെറ്റ് വണ്ടിയാണ്. ഓക്കെ, മറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ടില്ല. സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. സിറ്റി ഡ്രൈവിനെ പറ്റുള്ളൂ, ലോങ്ങിനൊന്നും പറ്റുന്നില്ലല്ലോ. ലോങ് 200 കിലോമീറ്റർ ആവുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ നേരത്തെ നമ്മൾ ചാർജ് ചെയ്യാം. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഈ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽസിന് രാവിലെ വന്ന് നെഗറ്റീവ് പറയില്ല രാജു. നീ അല്ല, ഞാൻ പറഞ്ഞില്ലേ, വന്ന്
വെറും നെഗറ്റീവ് ഓടിയായിട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഈ പ്രൊഫഷണൽസിനൊക്കെ രാവിലെ ഇപ്പൊ ഒരു 50 കിലോമീറ്റർ പോകണം, ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ്. ഇയാള് എണ്ണ അടിച്ചിട്ട് ഇയാളെ വണ്ടി എത്ര കിലോമീറ്റർ ഓടും? അല്ല എണ്ണ അടിച്ചിട്ട് പമ്പ് മുട്ടിനുണ്ടല്ലോ. അതല്ലേ, ഇതിപ്പോ മുക്കിനുണ്ട്. ഇതാണെങ്കിലോ ഇത് 2023 i10 ന്യൂസ് സ്പോർട്സ്, പെട്രോൾ ആണ്, മാനുവൽ ആണ്. ഹുണ്ടായി ഇറക്കിയിൽ ഏറ്റവും അടിപൊളി വണ്ടിയായിട്ട് എനിക്ക് ഇഷ്ടം. അതായത് കാണാൻ സ്പോർട്സ് ഡിസൈൻ വൈസ് കാണാൻ എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാനും കുഴപ്പമൊന്നുമില്ല, ഡിസൈൻ വൈസ് അടിപൊളിയാണ് സംഭവം. ഒരു എന്താ പറയുക ക്ലാസ് ലുക്കാണ്. അതെ, അതൊക്കെ ഇന്റീരിയർ ഒക്കെ ഭയങ്കര ക്ലാസ്സിയാണ്. അപ്പൊ ഈ വണ്ടി വന്ന് 2023 i10 സ്പോർട്സ് ന്യൂസ് വെറും 24,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിക്ക് നമ്മൾ 45,000 രൂപയാണ് ഓഫർ ഇട്ടേക്കുന്നത്. ശരി, ശ്രദ്ധിച്ചേക്കാം, ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പക്കയാണ് വണ്ടി. 24,000 ഓൺലി 24,000. 24 മോഡൽ അല്ലേ? 23 മോഡൽ. അതെ. അപ്പൊ ഈ 45 രൂപ ഓഫർ എന്ന് പറഞ്ഞാൽ 5.95 വണ്ടി നമുക്കൊരു വേറെ 5.5 ലക്ഷം രൂപ എടുക്കാം. ഏറെക്കുറെ നമുക്ക് 5 ലക്ഷം രൂപ ലോണും എടുക്കാം. ഒരു 50,000 രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ഇട്ടോ. അല്ല നമ്മൾ ഇങ്ങനെ 50,000 കൊണ്ട് വന്നോളൂ, ഇതങ്ങ് എടുത്തോട്ട് പൊക്കളി എന്നൊന്നും പറയില്ല. 5.5 ലക്ഷം രൂപ വില, 50,000 രൂപ ഡൗൺ പേയ്മെന്റ്, 5 ലക്ഷം രൂപ ലോൺ വരെ കിട്ടും അല്ലേ? അത് മോശമൊന്നുമില്ല. വണ്ടിയുടെ ക്വാളിറ്റിയും അത് മോഡലൊക്കെ അനുസരിച്ചിട്ട് അത് 5.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് തന്നെയാ അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ശരി. അപ്പൊ അതുപോലെ തന്നെ i20 ന്യൂ ഷേപ്പ്, ഇതേ 2023 i20 സ്പോർട്സ്. 23 സ്പോർട്സ്. ഈ വാഹനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് മാനുവൽ ഗിയർ അല്ല, ഓട്ടോമാറ്റിക് ആണ്. അതെ. അപ്പൊ ഇത് i20 സ്പോർട്സ് വെറും 27,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. മോഡൽ ഏതായിരുന്നു? 2023. അതെ അതെ അതെ. പെട്രോൾ ആണ്. ഏറെക്കുറെ 10 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വിലയുള്ള സാധനമാണ്. പെട്രോൾ ആണ്. സ്പോർട്സ് ആണ്. അതാണ് അത്യാവശ്യം 9.25-10 വിലയുണ്ട്. 10 അപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ വില എന്ന് പറയുന്നത് 7.25. നമുക്കൊരു 50 രൂപ ഓഫർ 7.25 ലക്ഷം രൂപ വണ്ടി എടുക്കാം. 7 ലക്ഷം ലോണും തരാം. ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മണിമുത്തിന് ഇറക്കി. 7.25 ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാധനത്തിന് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിന്റെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ പിന്നെ ഒട്ടും കൂടുതലല്ല. നിങ്ങൾ 7 രൂപ കൊണ്ട് 7 രൂപ ലോൺ കിട്ടി 25 രൂപ കൊണ്ട് 7.25 രൂപ നമുക്ക് ടോട്ടൽ എടുത്തോണ്ട്. അതും പിന്നെ സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 7,25,000 രൂപ 7 രൂപ ആണെന്നാൽ അത് എടുത്തോണ്ട് പോകാം. അതുപോലെ തന്നെ പഴയ മോഡലാണെങ്കിലോ 2019 മോഡൽ i20 സ്പോർട്സ് തന്നെയാണ്. ഇതും പെട്രോൾ ആണ് വണ്ടി. ഇത് വെറും 49,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടിയാണിത്. നമുക്ക് ഈ വണ്ടി വളരെ അട്രാക്റ്റീവ് ഉള്ള പ്രൈസിന് കൊടുക്കാം. അതായത് ഒരു 19 വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 5.5 ലക്ഷം കിട്ടുന്നത് ഈ സ്കൂൾ തുറക്കാൻ പോകുന്നതിനകത്ത് ഒരു 40,000 ഓഫർ 5.10 കൊടുക്കാം. വേണ്ട, 5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 5 ലക്ഷം രൂപയ്ക്ക് 2019 വണ്ടി. എത്ര ലോൺ വേണം? ഫുൾ ലോൺ ഒക്കെ സുഖമായിട്ട് കയറും. നിങ്ങൾക്ക് 1 രൂപ പോലും എടുക്കണ്ട. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലോണും കിട്ടും. പിന്നെ ഈ ചില ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഈ ലോണിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും എത്ര രൂപ അടവ് വരുമെന്നൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എല്ലാ വീഡിയോക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ആവർത്തന വിരസത ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചു മെസ്സേജ് അയച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരും കേട്ടോ. അതെ അതെ. അതുപോലെ തന്നെ റെഡ് സ്വിഫ്റ്റ് ആണെങ്കിലോ ഇത് ഒരു കിടുകാച്ച് സാധനമാണ്. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഡീസൽ ആണ്. അതിന്റെ കൂടെ ഓട്ടോമാറ്റിക് ആണ്. വളരെ റെയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മിക്ക കച്ചവടക്കാരെ കയ്യിലും കാണും. എന്നാലും നമ്മളിവിടെ ഒരൊറ്റ പീസേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ റെയർ എന്ന് പറയും. ക്വാളിറ്റി എന്താ? വണ്ടി അന്യായ ക്വാളിറ്റിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കലി എത്ര ഓടിയിട്ടുണ്ട്? ഡീസൽ ഓട്ടോമാറ്റിക്കലി ഇത് വെറും 80,000 കിലോമീറ്റർ. ഇത് കയ്യിലിരിക്കുന്ന ഒരു 80,000 ഓടിയില്ലെങ്കിൽ പിന്നെ അത് മോശമായി. 20 പുറത്ത് മൈലേജ് ഓട്ടോമാറ്റിക് ഒരു AMT വരുന്ന വണ്ടി അല്ലേ? അതെ അതെ. ഈ വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടി നമ്മൾ 6 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പക്ഷെ അത് വേണ്ട, ഒരു 40,000 രൂപ ഓഫർ വെച്ച് 5.60 തന്നാൽ മതി. 18 ഓട്ടോമാറ്റിക്കിന് 5.60. 80,000 കിലോമീറ്റർ റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് 5.5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. അതെ, അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ലോണിൽ തന്നെ ഇറക്കി കൊണ്ടുപോകാം അല്ലേ? അപാകതകളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് പക്ക വണ്ടി, റെഡ് വണ്ടി, കുഞ്ഞു വണ്ടി, അജുവിന്റെ ഭാഷയിൽ. അതുപോലെ തന്നെ അവിടെ ഒരു സാൻഡ്രോ കിടപ്പുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഈ ഒരു ലൈനും കൂടി പറഞ്ഞു പോകാം. ഈ സാൻഡ്രോയുടെ ഒരു ഇതെന്ന് അറിയാമോ? ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഗിയറില്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം, എന്തായാലും പറഞ്ഞു വിട്ടോ. 2022 മോഡൽ സാൻഡ്രോ, വെറുതെ പറയാട്ടോ, അതായത് ഈ വീഡിയോ കാണുന്നവർക്കേ നമുക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് വെറുതെ നിങ്ങൾക്ക് അത് എന്റർടൈൻമെന്റ് വേണമെങ്കിൽ ചെയ്തെടുക്കാം. 2022 മോഡൽ സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. സോറി, മാഗ്ന ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. അതായത് 80 അല്ലേ? 80. അത്യാവശ്യം എല്ലാ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, റിയർ അഡ്ജസ്റ്റ് മിറർ, ഫോൾഡിംഗ് മിറർ, എല്ലാ ചപ്പ് ചവർ എല്ലാ സാധനം തന്നെ ഉണ്ട്. നമുക്ക് സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഇത് 4.5 ലക്ഷം രൂപ ആസ്കിങ്ങിനകത്ത് ഒരു 30,000 ഓഫർ 4.20 എടുക്കാം. 4 ലക്ഷം രൂപ ഏറ്റവും മിനിമം ലോൺ കിട്ടും, ചിലപ്പോൾ ഫുൾ ലോണും കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് 1,20,000 രൂപ സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ 1 രൂപ പോലും ഇല്ലാതെ ഒരു ഫാമിലിക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 22 മോഡൽ. അടിപൊളി. അതേപോലെ തന്നെ ഇതാണെങ്കിലോ
ഈ വണ്ടി വരുമ്പോഴത്തേക്ക് 2015 മോഡൽ സെലറിയോ VXI ഓട്ടോമാറ്റിക്. സെലേറിയോ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ നിൽക്കുന്ന ഈ വാഹനം വെറും 2015. 15 മോഡലാ? 15 മോഡലാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ആണ്. സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഈ വണ്ടി ആസ്കിംഗ് എന്ന് പറയുന്നത് 370 ആയിരുന്നു. നമ്മളത് കുറച്ചു, ഒരു 45,000 ഓഫർ കഴിച്ചിട്ട് 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3,25,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് 15 സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ വണ്ടി. നിങ്ങൾക്ക് എത്ര ലോൺ വേണം? അതായത് മോഡലിനെ അപേക്ഷിച്ച് വില കൂടുതലാണോ എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ്, പക്ഷെ വണ്ടിയുടെ വണ്ടി പക്ക ക്വാളിറ്റിയാണ്. 3 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. ഒരു 25,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. സിവിൽ സ്കോറുള്ളവർക്കാണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലേ? 3.25 ലക്ഷം രൂപയ്ക്ക് ആ ഓട്ടോമാറ്റിക് എടുക്കാം. അതുപോലെ തന്നെ അതിനെക്കാട്ടി നല്ലൊരു വണ്ടിയാണ് ഈ വണ്ടി. 2020 മോഡലാണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് മാത്രമല്ല ZXI കൂടിയാണ്. ZXI ഓട്ടോമാറ്റിക് ആണ്. ZXI ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോളർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് കമ്പനി അലോയ്സ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഈ വണ്ടിക്ക് അലോയ്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഈ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ ചോദ്യം നമുക്കൊരു 460 കൊടുക്കാം. ഏറെക്കുറെ ഈ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ ഇറക്കി 20 വണ്ടി. അതെന്ത് വിലയോ മേൻ? കാരണം സാൻഡ്രോയ്ക്ക് നമ്മൾ പറഞ്ഞ വില 22-നാകെ പറഞ്ഞത് 420 പറഞ്ഞത്. കമ്പനി നോക്കുന്നേ മാരുതി സാൻഡ്രോനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കുറവാണ് കേട്ടോ, അത് മനസ്സിലാക്കണം താങ്കൾ. പക്ഷെ ഈ വണ്ടി നല്ല വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ എറണാകുളത്ത് ഓടിച്ചോണ്ട് വന്നതാണ്. വണ്ടി ഒരു ഓട്ടോ സാധാരണ അറിയാലോ, ഈ AMT ഓട്ടിക്കുമ്പോൾ അറിയാലോ, ഒരു സുഖക്കുറവാണ്. ഇതിനും സുഖക്കുറവൊക്കെ ഉണ്ട്. ഇല്ല, നല്ല നീ വന്ന് ഭയങ്കര നെഗറ്റീവ് ആട്ടോ. അല്ല, സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഒരു കമന്റാണ് ഞാൻ ഈ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ കസ്റ്റമർ വിശ്വസിച്ചോളൂ. അതിന്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ? 20 മോഡല് പിന്നെ ZXI ഓട്ടോമാറ്റിക് 4,60,000 രൂപ. 5 രൂപ ഇട്ടുന്ന 40,000 ഓഫർ. 460 ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ അല്ലേ? 1 രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കേണ്ട, ഫുൾ ലോൺ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. 2020 വണ്ടിയാണ്. താല്പര്യമുള്ളവർ നോക്കിയിട്ട് എടുത്തോളൂ. വീണ്ടും നോക്കുകയാണെങ്കിൽ സെലറി ഓട്ടോമാറ്റിക് ആണ്. ഇത് ന്യൂ ഷേപ്പ് ആണ്. ഇത് ZXI ന്യൂ ഷേപ്പ്. ZXI ന്യൂ ഷേപ്പ്. ഇത് 2022 മോഡല് സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 22 മോഡൽ ഓട്ടോമാറ്റിക് ZXI എന്ന് പറയുമ്പോൾ അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തൊട്ടടുത്തേക്കും. ഏറ്റവും ഫുൾ അല്ല, ഇതിന്റെ ഒരു പ്ലസ് ഉണ്ട്, അതാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. നമുക്ക് ഈ വണ്ടി 570 ഇട്ടുന്ന വണ്ടി 50,000 ഓഫർ 5,20,000 രൂപ കൊടുത്തേക്കാം. 5,20,000 22 വണ്ടി അല്ലേ? 22 വണ്ടി. ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ലോണും കിട്ടും. ഇത് നല്ല മൈലേജ് അല്ലേ? ഭയങ്കര മൈലേജ് ആട്ടോ. ഭയങ്കര ഒന്നുമില്ല, 10-12 കിലോമീറ്റർ ഒക്കെ കിട്ടും. അതിൽ മേളിൽ കിട്ടും. നീ നെഗറ്റീവ് പറയല്ലേ? നീ രാവിലെ കഴിച്ചെന്ന് ഇഡലിയോ എന്ത് കഴിച്ചെന്ന്? ഇഡലി നീ ഇപ്പൊ നോൺ വെജ് ആട്ടോ, ഇപ്പൊ വെജിറ്റേറിയൻ കഴിക്കില്ലേ ഇവൻ. അപ്പൊ ഈ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ ലോണ്, ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വണ്ടി ഉറപ്പായിട്ട് ഇറക്കിക്കൊണ്ട് പോകാം. ഉറപ്പായിട്ട്. അതും 2022 ആലോചിക്കണം. അടുത്തത് നല്ല അടിപൊളി ഒരു സിയാദ്. ഇത് ഏതാ മോനെ? വീലൊക്കെ സെറ്റ് അല്ലേ? കാണേണ്ട താമസമുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങള് ഇപ്പം മുഖ്യമന്ത്രി ആവാതിരിക്കുന്ന സതീശനാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പുള്ളി ആൾട്ടർനേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ എന്ന് പറയും, ഇതൊക്കെ പിടിക്കുക. ഇന്നലെ കോമഡി എന്നെ ഇന്നലെ പൊക്കി. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മറ്റേ RT ഓടിച്ചു. അത് വണ്ടി കണ്ടിട്ടാവൂല, നിന്നെ കണ്ടിട്ടാ? അല്ലല്ല, ഞാൻ വണ്ടിയുടെ ഫ്രണ്ടില് ചെറിയ 2 പിന്നെ ഫോഗ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് അവര് പിടിച്ചു, ഫൈൻ കഴിച്ചു തന്നു. വളരെ സന്തോഷമായി. അപ്പൊ യൂട്യൂബർ എന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല, എന്ത് കാര്യത്തിന് വെറുതെ അവനോടൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പർ എന്തായാലും ഫൈൻ അടിക്കും. ഉറപ്പായിട്ടും യൂട്യൂബർ ആണെന്നുകൊണ്ട് ചിലപ്പോൾ 1000 രൂപ അടിച്ചു തരും. അതെയല്ലേ? അപ്പൊ 2018 മോഡല് സിയാസ് സിഗ്മ ആണത്. സിഗ്മ ബേസ് ആണ്. പക്ഷെ എല്ലാം ഉണ്ടെന്നേ. എന്താ ഉള്ളത്? എന്താ ഇല്ലാത്തത്? AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, ഇൻബിൽറ്റ് ഇപ്പൊ ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ട്, 2 എയർ ബാഗ് ഉണ്ട്, അലോയ്സ് ഉണ്ട്, പിന്നെ അകത്ത് പിന്നെ മറ്റേ ലോക്കും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പറഞ്ഞാല് ബേസ് ആണെങ്കിലും ഒരുവിധ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് അകമൊക്കെ നല്ല രസമായിട്ടാ കാണാനായിട്ട്. പിന്നെ ഇത് കസ്റ്റമറിന്റെ ഒരു പാർക്കാൻസിലെ വണ്ടിയാണ്. അപ്പൊ നമ്മളോട് വിലയിൽ 2018 ഡീസലാ? നോട്ട് ദ പോയിന്റ്. 18 ഡീസലാ? ഇല്ല, ഇത് പെട്രോൾ ഒഴിച്ചാൽ ഓടുള്ളൂ. പെട്രോൾ ആണല്ലേ? പെട്രോൾ 18 മോഡല്. പിന്നെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇനി നമ്മളായിട്ട് വിലയിൽ ധാരണയാകത്തോണ്ട് കസ്റ്റമർ ഇട്ടേക്കുന്ന വണ്ടിയാണ്. നമ്മൾ ഇതിന്റെ റേറ്റ് പറഞ്ഞു. ഇത് കസ്റ്റമർ ചോദിക്കുന്നത് 5,30,000 രൂപ ഫൈനൽ പുള്ളിയുടെ കൈ കൊടുക്കും. നിങ്ങൾ പറഞ്ഞ വില എത്രയാ? അത് കേക്കട്ടെ. ഞങ്ങള് 460, 65, 70 വരെ പറഞ്ഞു. അപ്പോ ഏകദേശം ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് 470, 480 ആ ഒരു റേഞ്ചിലാണോ? അല്ല, അങ്ങനല്ല. നമുക്ക് ഒരു 5 രൂപ ചോദിച്ചൊക്കെ വിൽക്കാം. പക്ഷെ അയാൾ 5 സത്യത്തിൽ 6 രൂപയൊക്കെ വേണമെന്ന് ആദ്യം പറഞ്ഞത്.
അപ്പോൾ അത് നടക്കൂല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ OLX എടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് ഒരു 5:30 ഫൈനൽ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഈ പാർക്കിംഗ് സൈഡിലാകുമ്പോൾ പിന്നെ കൂടുതൽ കഥ നമ്മൾ കഥ പറയണ്ട. 5:30 നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ വന്ന് എടുക്കുക. കാര്യം സാധനം അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 18 വണ്ടിയാണ്. പിന്നെ ഒരു സെഡാൻ ടൈപ്പ് ആണ്. അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ്. പിന്നെ ലോൺ ഏറെക്കുറെ നമുക്ക് ഒരു 5 രൂപ പാസ്സാവുകയും ചെയ്യും അല്ലേ? നിങ്ങൾ വരെ വന്നിട്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ് ഓണോട് സംസാരിക്കാം അല്ലേ? ഓഫ് കോഴ്സ്. അതേപോലെ തന്നെ റാപ്പിഡോ ആണെങ്കിലോ? റാപ്പിഡ് അജിന് പണ്ടേ ഒരു കണ്ണ അല്ലേ? റാപ്പിഡ് അജിന് ഇഷ്ടമുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കിനോട് എനിക്ക് താല്പര്യമുള്ളൂ. DSG ഗിയർ അല്ലേ? പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ഇത് പെട്രോൾ ആണ്. പക്ഷെ എനിക്ക് പെട്രോൾ കൊണ്ട് കണ്ണിനെ കണ്ടുകൂടാത്ത സാധനം. ഇത് 2020 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2020 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ 19 കാണത്തോളൂ. റാപ്പിഡ് അംബിഷൻ എന്ന വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ വണ്ടി. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം 58,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഇത് 1 ലിറ്റർ ആണോ? ഇത് 1 ലിറ്റർ അല്ല, 1.2 ആയിരിക്കും അല്ലേ? 20 1.2 ആയിരിക്കും. 1.2. പക്ഷെ നല്ല നീറ്റ് അല്ലേ വണ്ടി? നല്ല നീറ്റ്, നല്ല പക്ക ക്വാളിറ്റി കേട്ടോ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം വണ്ടി തന്നെയാണ്. പ്രീമിയം വണ്ടിയാണ്. അത് മാത്രമല്ല ബോഡിയൊക്കെ അസാധ്യ ക്വാളിറ്റിയാണ്. ഈ വണ്ടി എടുക്കുന്നവര് ഓഡിന്റെ ഒക്കെ സെയിം. അതെ 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 കറക്റ്റ്. അപ്പൊ ഇത് പിന്നെ ഈ പറഞ്ഞ പോയി ഇറങ്ങാനൊക്കെ ഒരു നല്ലൊരു ലുക്ക്. നമ്മൾ പോയി ഇറങ്ങുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ്. അതെ അതെ. അപ്പൊ 2019 മോഡൽ 20 രജിസ്ട്രേഷൻ റാപ്പിഡ് 50,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ 6 ലക്ഷം രൂപ നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 70 രൂപ ഓഫർ. 5,80,000 നിങ്ങൾക്ക് ഏറെക്കുറെ ഫുൾ ലോൺ ഇറക്കിക്കൊണ്ട് പോകാം. 6 ലക്ഷം രൂപയുടെ 70,000 രൂപ ഓഫർ കുറച്ച്. ഞാൻ 6 ലക്ഷം രൂപയാണ് പറഞ്ഞത്. നിന്റെ ചെവി അടിച്ചു പോയാ നീ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നിനക്ക് നിന്റെ ചെവി പ്രശ്നം, നിന്റെ നാക്ക് പ്രശ്നം, നിന്റെ ചിന്ത പ്രശ്നം, നിന്റെ ബോധമണ്ഡലം ആകെ ജീർണിച്ചിരിക്കുന്നു. ഓക്കെ 580 അല്ലേ? നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് അത് 70,000 ഓഫർ. 580 നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗൺ പേയ്മെന്റ് എടുക്കണ്ട. ശരിക്കും ഫുൾ ലോൺ 6 രൂപ നമുക്ക് ലോണും കിട്ടും. ഞാൻ 580 പറഞ്ഞതേ ഉള്ളൂ. 6 രൂപ ലോണും കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്നത് പഴയ മോഡൽ ഷിഫ്റ്റ് ആണെങ്കിലോ? ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇതിപ്പോ ഏതാ മോഡല്? ഇത് 17. 17 ഡീസലാ? പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി വിലയും കുറയൂല അല്ലേ? ഈ സാധനത്തിന് വില കുറയില്ല ചങ്ങായി. എന്ത് ഈ ന്യൂ ഷേപ്പ് വണ്ടി ഇല്ലേ, ഇത് പിന്നെയും ഇച്ചിരി വില കുറയുന്നുണ്ട്. ഈ സാധനത്തിന് ശരിക്കും വില കുറയില്ല. ഇത് ഇന്നലെ ഒരാള് ഈ പറഞ്ഞ നമുക്ക് വിലയിൽ ധാരണയാവാതെ കൊണ്ടിട്ട സമയത്ത് തന്നെ സത്യം പറഞ്ഞ ഇത് ബുക്കിംഗ് ആയി ഫിനാൻസിന് കൊടുത്തിരിക്കുകയാണ്. എന്നാലും ഞാൻ പിന്നെ വിചാരിച്ചു ഒരു പക്ഷേ ഫിനാൻസ് ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞ കണക്ക് 17 കിലോമീറ്ററോ? 17 വെറും 80,000 കിലോമീറ്റർ. വെറും 80 ഓടിയിട്ടുള്ളൂ. അത് പെട്രോൾ അല്ലേ? ചില ആൾക്കാർ ഇത് വെറും 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ വേറെ കേസുണ്ട്. ഇതിപ്പോ വേറൊന്നും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പെട്രോളിന് എന്ത് കംപ്ലൈന്റ് വരാനാ? പെട്രോളിന് കംപ്ലൈന്റ് വരില്ല. പക്ഷെ എന്നാലും 80,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഈ പറഞ്ഞ ഒന്ന് ആലോചിക്കും. അതെ. അപ്പം പക്ഷെ എന്നും പറഞ്ഞ് കിലോമീറ്റർ കൂടിയെന്ന് പറഞ്ഞ് പ്രൈസിനൊന്നും ഒരു കുറവില്ല. അത് എന്റെ വണ്ടി അല്ലാത്തോണ്ടാട്ടോ. 5 ലക്ഷം രൂപയാണ് ആസ്കിങ്. നമുക്കിതൊരു 4.75 കൊടുക്കാം. 4.75 ശരിക്കും വണ്ടി കച്ചവടമായി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈസ് ഇട്ടത്. അല്ല എന്ന് വെച്ചാൽ കച്ചവടം ആയതുകൊണ്ട് ഈ പ്രൈസ് ഇട്ടെന്നല്ല. ആക്ച്വലി കസ്റ്റമറിന് ഇത് 4,60,000 കൊടുക്കണം. പിന്നെ ഒരു 15 രൂപ നമ്മുടെ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് ഞാൻ 4.25 പറഞ്ഞത്. അതിൽ വേറെ കേസ് പറഞ്ഞത് ഇതൊക്കെ വണ്ടിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ മോഡലൊക്കെ വണ്ടി നല്ല ക്വാളിറ്റി ആയിട്ട്. ഞാൻ ഈ വണ്ടി നമ്മളിവിടെ ഞാൻ കൊണ്ടുവന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിക്കാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കിയാൽ മതി. സീരിയസ്ലി നല്ല സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാടിട്ട് മെഴുകുന്നില്ല പറഞ്ഞിട്ട്. അപ്പൊ ഈ ചെളി ഇച്ചിരി ആകുമ്പോഴത്തേ നമ്മൾ ഈ ചെളി മാറാൻ വേണ്ടി ഒന്നും കൂടെ ഉരുളാന്ന് പറയുന്നത്. 2017 മോഡല് പെട്രോൾ എടുത്തോളൂ. രാവിലത്തെ വെയിൽ അത്ര ശരിയല്ലെന്ന് ഭയങ്കര നെഗറ്റീവ്. അതാണ്. ഇതാണെങ്കിലോ ഈ വണ്ടി ഇത് മുതലാട്ടോ 2022 വണ്ടിയാണ്. 22 ആൾട്രോസ് വണ്ടിയാണ്. ഏറെക്കുറെ ഒരു 20 മേളിൽ ഉറപ്പായിട്ട് മൈലേജ്. ഡീസൽ വണ്ടിയാണ്. ഈ ബേസ് അല്ല, ഈ ബേസിന് ഇച്ചിരി മേളിലോട്ടുള്ള XC+ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പിന്നെ ഇതിന്റെ കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. 29,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർ, പക്ക ജെന്യൂൻ ആണ്. മോഡൽ 22 വണ്ടി. അപ്പൊ ഡീസലിന് നല്ല മൈലേജ് കിട്ടും. പിന്നെ XC എന്ന് പറയുമ്പോൾ XC+ ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇല്ല, ഉണ്ട് സത്യം ഉണ്ട്. ഇവിടെ ഉണ്ടേ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പിന്നെ ഒരു ഇത് ടച്ച് വിൻഡോ. എത്ര ഉണ്ട്? 2 നീ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന വണ്ടി സൂപ്പർ വണ്ടി. ഇതുണ്ടോ അടയ്ക്കുമ്പോ ഒരു വെയിറ്റ് ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് സ്റ്റീലിന്റെ കമ്പനിയൊക്കെ ഉണ്ടാണ്ട് ടാറ്റയുടെ അഹങ്കാരവും ഇല്ല. അതായത് നമുക്കിത് 5.70 വണ്ടി 60,000 ഓഫർ 5.10 കൊടുക്കാം. വേണ്ട, 5 ലക്ഷം രൂപ കൊടുക്കാം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഡീസൽ വണ്ടി 22 ബേസ് ആണെങ്കിലും ഈ പറഞ്ഞ അത്യാവശ്യം സാധനങ്ങൾ ചെയ്താൽ എല്ലാ സാധനം ഉണ്ട്. അപ്പൊ 5 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് ഒരു ഡീസൽ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. ഡീസൽ വണ്ടി നോക്കുന്നവർ ഉറപ്പായിട്ട് വണ്ടി നോക്കിക്കോ. അത് മാത്രമല്ല ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി ക്വാളിറ്റി എല്ലാം ഉള്ള വണ്ടിയാണ് അല്ലേ? അതുപോലെ തന്നെ അവിടെ നല്ല അടിപൊളി ഒരു
ഹോണ്ട സിറ്റി IV ടെക് ആണ്. ഈ ടെക്കിന്റെ എഞ്ചിൻ പക്കയാണ്. പിന്നെ 2009 ആണെങ്കിലും 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട്, പുത്തൻ പേപ്പർ. ശരി. വേരിയന്റ് വി ആണ് അല്ലേ? അലോയ്സ് കിടക്കുന്നത്. അതായത് 9 ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി. 9 ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്കിത് 2,20,000 കൊടുത്തേക്കാം. 2,20,000 കുറേ ഉണ്ടോ എന്തെങ്കിലും? ഒന്നുമില്ല. 2,20,000 കൊടുത്തേക്കാം. അതായത് ആ ഒരു ഷേപ്പ് വണ്ടികൾ ഒരുപാട് അധികം ആൾക്കാർ തപ്പി നടക്കുന്നുണ്ട് കേട്ടോ. അതെ. പിന്നെ എഞ്ചിനാണ് പൈസ. പിന്നെ ഇതിലൊക്കെ ഉപരി 5 കൊല്ലത്തെ പേപ്പർ, പുതിയ പേപ്പർ ഉണ്ട്, പുത്തൻ പേപ്പർ. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തിട്ട് ഓടാം. പെട്രോൾ വണ്ടിയാണ്, ഒരിക്കലും അജു പറയുന്നത് മരിക്കാത്ത എഞ്ചിൻ. വണ്ടി പക്കയാണ് 2,20,000 അല്ലേ? 2,20,000. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു മാഗ്നറ്റ്. ഇത് CVT ആണ്, പ്രീമിയം പെട്രോൾ ആണ്. 2021 വണ്ടി, 39,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. അജു നമ്മൾ കഴിഞ്ഞോട്ട് വന്നപ്പോഴേ കുറേ നിസാന്റെ മാഗ്നറ്റ് കൂറൊക്കെ പോയില്ലേ? കൂറോ എഡിഷൻ അതെല്ലാം പോയിട്ടാ. പക്ഷെ മാഗ്നറ്റ് സത്യത്തില് നമ്മള് നമ്മളല്ല, എന്റെ ചിന്തപ്പാടി അണ്ടർ എസ്റ്റിമേറ്റ് വണ്ടിയാണെങ്കിലും വണ്ടി നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ് ആവുന്നുണ്ട്. വണ്ടി എന്താ പറയുക, ഒരു കോമ്പാക്ട് എന്താ പറയുക വണ്ടിയാണ്, ഹൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയാം. വണ്ടി ഇതാണ് CVT ആണ്. പിന്നെ നമുക്ക് 2021 വണ്ടി 39,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 7,60,000 വണ്ടി. ഇത് മറ്റേ വേരിയന്റ് ഫുള്ളാ? XP ഏറ്റവും ഫുൾ ഓപ്ഷൻ. അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ സാധനവും ഉണ്ട്. എല്ലാം കംപ്ലീറ്റ് ഫുൾ ഓപ്ഷൻ ആണ് കമ്പനി ഇറക്കിയില്. നമുക്ക് 7,60,000 ഒരു 60 ഓഫർ 7 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഏറെക്കുറെ 7 ലക്ഷം രൂപ ലോണും കിട്ടും. നിങ്ങൾക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട. ഈ പറയുന്നതൊക്കെ കൃത്യമായിരിക്കും. ഡൗൺ പേയ്മെന്റ് വേണ്ടെന്നാണ് വേണ്ട. പിന്നെ സിബിൽ സ്കോർ പ്രശ്നമാണെങ്കിൽ എന്നെ പറഞ്ഞ കാര്യം. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളതാ. ഇത്രയും വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ സൂര്യനെ കോൺടാക്ട് ചെയ്ത് ബ്രോ. അപ്പം എന്തായാലും നമുക്ക് പിന്നെ കുറച്ച് വണ്ടികളും കൂടി ഉണ്ടാകും. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണിക്കാം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ കുറച്ച്, അതായത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു 5-8 കിഡ് നിരത്തിയിട്ടുണ്ട് അല്ലേ? ഒരു 8 കിഡോളം ഉണ്ട്. പിന്നെ ലോ ബഡ്ജറ്റ്, ഇപ്പൊ നമ്മൾ കാണിച്ചത് ഹൈ ബഡ്ജറ്റ് അല്ല, എന്നാലും മറ്റേത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, അപ്പം എന്തായാലും മിസ് ചെയ്യണ്ട, മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ നിന്നുള്ള ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ അടിപൊളിയല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ കാണിച്ചു പറഞ്ഞാലും വന്ന് വണ്ടി കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്താണ് മാത്രമേ. പിന്നെ വിലക്കുറവ് നല്ല വണ്ടികൾ, അത് ഗ്യാരണ്ടി. വില കുറച്ചുള്ള നല്ല ക്വാളിറ്റി, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല കിടുകാച്ച് വണ്ടികൾ. പിന്നെ നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ കണക്ക് വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് വേണ്ടെങ്കിലും മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും